ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ലവ് പാർക്കിലാണ്. കുറച്ച് നേരമായി, തണുപ്പ് നന്നായിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പം നമ്മൾ എവിടെയാ പോണേന്ന് അറിഞ്ഞൂടാ, പക്ഷെ നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പൊ ഗൈസ്, ഇവിടെ ടെന്റ് റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാറ്റിന്റെ അകത്ത് നമ്മൾ യെല്ലോ, ഗ്രീൻ, ഒരു ബ്ലൂ ആയിട്ടുള്ള ടെന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ പുറത്ത് വേറെ ടെന്റ് മാറ്റും. ഇവിടെ നമ്മളെ ടെന്റ് ഉണ്ട്. കാറ് ഇവിടെയാണ് ഗൈസ് നമ്മൾ ബാർബിക്യൂ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ടെന്റ് ശരിയാക്കിയിട്ടുണ്ട്. ഇതാട്ടോ ടെന്റ്. നമ്മൾ പിന്നെ ചെയർസ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ചെറിയ നമുക്കുള്ള ചെയർസൊക്കെയാണ്. ഇതാട്ടോ ചെയർസ്. ഇനിയും ഒരു ചെയറും കൂടെ ഉണ്ട്. പിന്നെ ടേബിൾസ് ഒക്കെ നമ്മൾ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ബാർബിക്യൂ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ റീൽസ് എടുക്കാൻ പോവുകയാണ്. ആ പാട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ബാർബിക്യൂ ചെയ്യാണ്. വീഡിയോ എടുത്തില്ല, ബിക്കോസ് ഭയങ്കര ഇരുട്ടായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. റീൽസ് നമ്മൾ എടുത്തില്ല, കാരണം നാളെ രാവിലെ എടുക്കും, കാരണം ഇരുട്ടായതുകൊണ്ട്. അപ്പം ഇവിടെ ബാർബിക്യൂസ് ഫുള്ള് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അച്ഛനാണ് ബാർബിക്യൂ ചെയ്യുന്നത്. ഇതൊക്കെ തീർന്നോ? അപ്പം ഭയങ്കര പുകയാണ്. അപ്പൊ സെറ്റ് ചെയ്യാണ്. ഇതില് 2 എണ്ണം വെച്ചിട്ടാണ് വിളിച്ചത്. ഇത്രയായി. ഇതാണ് നമ്മളിവിടെ ഗ്രിൽ ചെയ്തോണ്ടിരിക്കുകയാണ്. റെഡി ആയിട്ടില്ല. അച്ഛൻ ഗ്രിൽ ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സെറ്റ് ആയോന്ന് അറിയില്ല, പക്ഷെ ഇങ്ങനെയാട്ടോ നമ്മളെ ഗ്രില്ലിന്റെ ഇത് വെച്ചേക്കുന്ന ബാർബിക്യൂന്റെ സെറ്റപ്പ്. ഇതാട്ടോ നമ്മുടെ സെറ്റപ്പ്. ഗ്രില്ലായെന്ന് തോന്നണം, അറിഞ്ഞൂടാ. ഇതിന് മുട്ട സെറ്റാക്കാൻ പോവുകയാണ്. മുട്ട നമ്മൾ ഓൾറെഡി 2 എണ്ണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഗ്രില്ല് ഫുള്ള് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സ്ക്രംബിൾ പോലെയാണ് വരുന്നത്. സ്ക്രംബിൾ ആയിട്ടാണ് നമ്മൾ മുട്ട എടുക്കുമ്പോൾ ഗ്രില്ലി വരുന്നത്. ഒരു എക്സാമ്പിൾ നമ്മളതിന് ടൂള് ഉപയോഗിച്ചത് ഇതാണ്. ഈ ഒരു ടൂൾ കൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ എടുത്തത്. ഉപ്പൊക്കെ നമ്മൾ കൊണ്ടുവന്നത് ഫുൾ സാധനങ്ങൾ ഇതിൽ നമ്മൾ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫുഡ് കഴിക്കുകയാണ്. ഗ്രില്ലും ചിക്കൻ
കാന്താരി നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്രൂട്ട്സും ഉണ്ട്, കൂടാതെ കുറച്ച് വെജിറ്റബിൾസും ഉണ്ട്. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ലവ് ലേക്കിലാണ് നിൽക്കുന്നത്. ലവ് പാർക്കിൽ നമ്മൾ ലവ് ലേക്കിലോട്ട് വന്നു. ഇവിടെ നമ്മൾ ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയതാണ്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കഫ്റ്റേരിയയിൽ നിൽക്കുകയാണ്. നമുക്ക് ഒന്നും കിട്ടിയില്ല, അച്ഛനമ്മയ്ക്കാണ് ചായ കിട്ടിയത്, നമുക്കൊന്നും മേടിച്ചൊന്നുമില്ല. സോ ഫ്രണ്ട്സ്, ഈ കഫ്റ്റേരിയയിൽ നിന്നാണെങ്കിൽ നമുക്ക് എല്ലാം കിട്ടും. ബെഡ്ഷീറ്റ് ആയാലും ടെൻ്റ് ആയാലും ലൈറ്റ്സ് എല്ലാം നമുക്ക് എല്ലാം ഇവിടെ നിന്ന് കിട്ടും. എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഫുഡെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാട്ടോ ഫുൾ കഫ്റ്റേരിയ. ഇതാരാണ്. അപ്പം നമ്മൾ നേരെ നടക്കുകയാണ്. അപ്പം നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് വാഷ്റൂം ഉണ്ട് ഇവിടെ. അപ്പം നമ്മൾ വാഷ്റൂമിലോട്ട് നടക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മൾ ഇന്നലെ രാത്രിയാണെങ്കിൽ ടെൻറ്റിൽ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഇപ്പോഴാണ് എണീറ്റത്. കുറച്ചേരായി. അത് കഴിഞ്ഞ് നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി. ഇപ്പം നമ്മൾ ഇന്നലെ പോയ സെയിം ലവ് ലേക്കിൽ തന്നെ നമ്മൾ പോകാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് അവിടെ നമ്മൾ നേരത്തെ നിന്ന് വെച്ചാൽ അൽ കുത്ര എന്നാണ് പേര്. ഇത് നമ്മൾ ലവ് ലേക്കിലാണ് ഇന്നലെ പോയ സെയിം സ്ഥലത്ത്. അവിടെ രാവിലെ ആയതുകൊണ്ട് ചിലപ്പോൾ മീനൊക്കെ കാണും. മീനൊക്കെ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട്. കാണാൻ എന്തായിരുന്നാലും ഇതാണ് ഗേറ്റ് കാണിച്ചു. ഇതാണ് ഗേറ്റ് നല്ല ലവ് ഷേപ്പിലാണ് അവർ സെറ്റാക്കി വെച്ചേക്കുന്നത്. സ്റ്റെംസ് ഒക്കെ കൊണ്ട് ലവ് ഷേപ്പ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ അവിടെ നല്ല മീനൊക്കെ ഉണ്ട്, നല്ല വിൻറ്റേജ് ആയിട്ടുള്ളതാണ്. ഈ സ്ഥലത്താണെങ്കിൽ ഇവിടെ അല്ല, ആ സൈഡിലും സ്വാനിന്റെ വാക്കിംഗ് പ്ലേസ് ആണ്. അതുകൊണ്ട് നമ്മളിപ്പം അങ്ങോട്ടല്ല, നമ്മളിപ്പോൾ അവിടെ ഇന്നലെ പോയ സെയിം സ്ഥലത്തിന് നമ്മളവിടെ വാക്കിങ്ങിന് ജസ്റ്റ് പോവുകയാണ്. അവിടെ റിയലി ഇന്നലെ രാത്രിയായപ്പോൾ നമുക്ക് തന്നെ എഴുതാറുണ്ട് താഴെ ലൈറ്റ് കൊണ്ട് എഴുതാറുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നില്ല, പറ്റുന്നില്ല, രാത്രിയല്ലേ, കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് സ്വാൻസിനെ കാണാൻ ഒരു റെഡ് ഇതുകൊണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വരണം, ഇത് മസ്റ്റ് ട്രൈ ചെയ്യാം. നമ്മൾ എപ്പോഴും വരാറുള്ള സ്ഥലമാണ്. പൂച്ചൊക്കെ ഇവിടെ ഇവിടെയൊക്കെ ഭയങ്കര മീന് കാണിക്കാം. പേടിയുണ്ട്. മീന് കാണിക്കാം. ഇവിടൊക്കെ എന്തൊരു മീനച്ചാ. ഓടിതാ, മീനാണെങ്കിൽ ഓടിതാ. കൊറേ മീൻ കേട്ടോ. കൊറേ ഉണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു മീൻ തന്നെ കൊറേ ഉണ്ട് കേട്ടോ. വലിയ മീൻ എവിടെ വലിയ മീൻ കാണാൻ പോ. വലിയ മീൻ അവിടെ ഉണ്ടെന്ന് അവര് പറയണത്. അപ്പൊ ഗൈസ്, ഇവിടെ കിളികളെ വീടുണ്ടോണ്ട് അവിടെ കിളികളെ കൂടാണ്. നമ്മ ഷാഡോ ഇതാണ് ഇത്രയുണ്ട്. നല്ല ഇതാട്ടോ വലിയ മീൻസ്. എന്താണ് അവിടെയൊക്കെ വലിയ മീൻസ് ഉണ്ടല്ലോ, ഇതൊക്കെ വലിയ മീനാണ്. പിന്നെ അതാണ് സ്വാൻസ് ഉണ്ട്. കണ്ടോ, സ്വാൻസ് എനിക്ക് കാണാൻ പറ്റുന്നെന്ന് തോന്നണം. സ്വാൻസ് ഇതൊക്കെയാണ് സ്വാൻസ്. ഇതൊക്കെ സ്വാൻസ് ആണ്. അവിടെ പിന്നെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറയുന്നത് അറിഞ്ഞൂടെ. ഇവിടെ പൂച്ചാസ് ഉണ്ട്. പൂച്ചനെ കാണാൻ പറ്റുന്നു. ഇതാണ് പൂച്ച. ഇവിടെയൊക്കെ കുറേ സ്വാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സ്വാൻസ്. അപ്പോൾ നമ്മൾ പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കുറേ മീൻ.
പിന്നെയും നടക്കുകയാണ്. അത്ര രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അത്ര തണുപ്പ് തോന്നണില്ല. ഇവിടെ ഈ റിയലി ലവ് ലേക്കിൻ്റെ ഈ വെള്ളമാണെങ്കിൽ റിയലി ലവ് ഷേപ്പിലാണ് സെറ്റ് ചെയ്ത് അവർ വെച്ചേക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല, പക്ഷെ അവിടുന്ന് മുകളിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലവ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുന്നത്. 2 ഹാർട്ട് ഷേപ്പ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതാണ് ഇവിടെ നല്ല ആംബിയൻസ് ആട്ടോ ഇവിടെ കാണാൻ പറ്റുന്ന. നല്ല സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. നമുക്ക് നേരത്തെ ഫോട്ടോസ് എടുക്കാം. Sit here. Smile. ഫ്രണ്ട്സ്, ഇതാണ്ട് ബോഗൻവില്ല പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഇത് ഭംഗിയുണ്ട്. ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ നല്ലൊരു സൺറൈസ് ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ സൺറൈസ് കാണാൻ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ നിന്നതാണ് ഒരു വഴിയുണ്ട് കേട്ടോ. നമുക്ക് ഇതാണ്ട ഫൗണ്ടേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. അവിടെ ആയിട്ടാണ് നമ്മൾ പോകുന്നതെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ നിന്ന് സ്ട്രീറ്റ് നടക്കാൻ പറ്റും. പിന്നെ കണ്ടോ ഒരു ലവ് ഹാർട്ട് ഷേപ്സ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതുണ്ട്, ആനിമൽ അല്ല, ഇത് ബേർഡ് തന്നെയാണ്. പക്ഷെ ഇതെന്താന്ന് പറയുന്നത്, എന്ത് കോഴിയാണ് ചേമ? വാങ്കോഴി എന്നാണ് പറയുന്നത്. എന്താന്ന് പറഞ്ഞൂടെ, നമുക്ക് പോയി നോക്കാം. ജേമൻ പറയുന്നത് വാങ്കോഴിയാണെന്നാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇവിടെ കേട്ടോ നല്ല ഹാർട്ട് നല്ല രസമുണ്ട്. മരത്തിൽ കുറേ പേര് കുത്തി എഴുതിയിട്ടുണ്ട്, പക്ഷെ നമുക്കത് കുത്തി എഴുതാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ എഴുതിയിട്ടില്ല. ഇവിടെ റിയലി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം ഇവിടെ വരാൻ. UAയിലുള്ളവരൊക്കെ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ UA വിസിറ്റ് ചെയ്യാൻ വരുന്നത് എല്ലാവരും ഇവിടെ എന്തായാലും വരണം. ഇത് റിയലി ഇത് ദുബായിലാണ്. ഇവിടെ നല്ല റീൽസൊക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ കണ്ടല്ലോ കൊത്തിത്തരും. നമ്മൾ സംസാരിക്കുന്നില്ല അത്ര. വേണ്ട ഇത് നോക്കി കേട്ടോ. ഇതാണ് കോഴിച്ച്. എന്തോ നോക്കിയിരിക്കാട്ടോ. എന്തോ നോക്കിയിരിക്കാണ്. നിങ്ങൾ വിചാരിക്കും ഇത് നമ്മൾ അടുത്താണെന്ന്. ഒട്ടും അടുത്തല്ല കേട്ടോ. നമ്മൾ ഇത്രയും ദൂരം നിൽക്കുക. ഇത് കൊത്തി തരൂല എന്നാണ് പറയുന്നത്. അത് നമ്മളെ കണ്ട് പേടിച്ചോടും എന്നാണ് പറയുന്നത്. എന്തിനെ കണ്ടാണ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പുറത്ത് ഇവിടെ നിന്നൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ നേരെ നമ്മൾ പോയ സ്ഥലത്ത് തന്നെ നമ്മൾ സ്റ്റിൽ പോകും. യെസ്, നല്ല ബുഗേൻവില്ലയാണ് ഇവിടെ. ബുഗേൻവില്ലയാണ് ബോഗേൻവില്ലയാണ്? റെഡ് കമൻറ്റ് പ്ലീസ്. ബുഗേൻവില്ല ഈ വഴിക്ക് പോകാൻ പറ്റും തോന്നുന്നു. വേണ്ട, നമ്മൾ UAE ഫ്ലാഗ് ഉണ്ട് ഇവിടെ. ഇവിടെയൊക്കെ നല്ല ആംബിയൻസ് ആണ്. ഗൈസ് കാണാം, ഒരു കിളി താണ്ട് ഇവിടെ ഉണങ്ങിയിരിക്കുന്നുണ്ടോ? ജീവനുണ്ട്, അങ്ങനെ ഇരിക്കണം കേട്ടോ. ഗൈസ് ഇവിടെ ഇപ്പോൾ കുറേ കിളികളുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ കുറച്ച് അനങ്ങുന്നതൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതെ, ഇവിടെയും ഒക്കെ ഉണ്ട്. എനിക്ക് ഗേറ്റാണ് ഇതിൽ ഫുൾ ആംബിയൻസ് ഉള്ളത്. എനിക്കത് ഭയങ്കര ഗേറ്റ് ഇഷ്ടമാണ്. നമ്മൾ ഇന്നലെ വന്ന സെയിം സ്ഥലം തന്നെയാണ് ഞാൻ. അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയാൻ മറന്നത് ഹാപ്പി ന്യൂ ഇയർ 2026.